ജനുവരി 14-നാണ് മകരസംക്രാന്തി. ഇതെല്ലാ വർഷവും ഒരേ തീയതിയിൽ തന്നെ വരുന്നു. നമ്മുടെ മറ്റു ഉത്സവങ്ങളുടെ തീയതികൾ മാറിക്കൊണ്ടിരിക്കും, കാരണം അവ ചാന്ദ്ര കലണ്ടർ അനുസരിച്ചാണ് വരുന്നത്. എന്നാൽ ഈ ഉത്സവം സൗര കലണ്ടർ അനുസരിച്ചാണ് വരുന്നത്. ഈ ദിവസം സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഭാരതത്തിലുടനീളം ഈ ഉത്സവത്തെ വിവിധ പേരുകളിൽ ആഘോഷിക്കുന്നു. ലോഹ്രി, മകരസംക്രാന്തി, ഉത്തരായൻ, പൊങ്കൽ എന്നിങ്ങനെ. പേര് മാറിയാലും ഇതിന്റെ എല്ലാം അന്തസത്ത ഒന്നാണ്. ഈ ദിവസം നാം എന്തൊക്കെ ചെയ്യണം? അഗ്നി ആരാധന. യജ്ഞം വഴിയോ അല്ലെങ്കിൽ ദീപം തെളിച്ചോ അഗ്നിയെ ആരാധിക്കുക. സ്നാനം. സൂര്യോദയത്തിന് മുൻപായി എണ്ണ തെളിച്ചു കുളിക്കുക. ഇത് സൂര്യന്റെ ഉത്തരായന പ്രവേശനത്തോടൊപ്പം നമ്മെയും സജ്ജമാക്കുന്നു. സൂര്യാർഘ്യം. കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാന് ജലമർപ്പിക്കുക. ദാനം. പച്ചയായ അരിയും പരിപ്പും ചേർത്ത കിച്ചടി, എള്ള് വിഭവങ്ങൾ, നെയ്യ് എന്നിവ ദാനം ചെയ്യുക. ആഹാരം. അവസാനം കിച്ചടി കഴിക്കുക. ഈ ദിവസം മുതൽ സൂര്യൻ ഭൂമിയോട് കൂടുതൽ അടുത്തുവരുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ജഠരാഗ്നിയെ പതുക്കെ ഉണർത്തുന്നു. കിച്ചടിയും എള്ളു വിഭവങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. ഏവർക്കും മകരസംക്രാന്തി ആശംസകൾ. രാധേ രാധേ.